രാഷ്ട്രീയത്തിൽ എന്നും അടിയൊഴുക്കുകളാണ് രാഷ്ട്രീയത്തെ തീരുമാനിക്കുന്നത്. നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും, വളരെ പർപ്പസായിട്ട് തന്നെ സ്ഥാനാർത്ഥികൾ അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടും. ഒരു പാർട്ടിയുടെ തന്നെ സ്ഥാനാർത്ഥി അയാൾക്ക് മന്ത്രിയാകാൻ വേണ്ടി അടുത്ത ആളിനെ കൃത്യമായി വെട്ടും. അങ്ങനെ വെട്ടുന്നതിന് പണ്ട് കാലത്താണെങ്കിൽ അത്ര എളുപ്പമല്ല, പാർട്ടിക്ക് അതീതമായി കയറുന്നത് വെട്ടലൊന്നും എളുപ്പമല്ല. പക്ഷേ ഇപ്പോൾ വളരെ കൃത്യമായിട്ട് അങ്ങനെ വെട്ടാൻ പറ്റും. കാരണം എല്ലാ പാർട്ടികളും ഇൻക്ലൂഡിങ് CPM അടക്കം എന്ന് പറഞ്ഞാൽ CPM കൂടുതലൊന്നൊരു സംശയം പോലും പറഞ്ഞാൽ അത്ഭുതമില്ല, ഗ്രൂപ്പുകൾ വളരെ ശക്തമാണ്. ഇപ്പോൾ തിരുവനന്തപുരം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഉദാഹരണമായിട്ട് നമുക്ക് പല ജില്ലകളും എടുക്കാൻ പറ്റും. പക്ഷേ തിരുവനന്തപുരം ജില്ല എടുത്തു കഴിഞ്ഞാൽ കടകംപള്ളി സുരേന്ദ്രന് വളരെ കൃത്യമായൊരു ഗ്രൂപ്പുണ്ട്, കൃത്യമായി സുരേന്ദ്രൻ്റെ ഗ്രൂപ്പുണ്ട്. അതുപോലെ തന്നെ പിന്നെ നേരത്തെ ആനാവൂരിൻ്റെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. പക്ഷേ ആനാവൂർ ഇപ്പോൾ പാർട്ടി സംസ്ഥാന തലത്തിലേക്കൊക്കെ മാറിയപ്പോൾ ആനാവിൻ്റെ ഗ്രൂപ്പ് ഒന്ന് ക്ഷയിച്ചിട്ടുണ്ട്. പിന്നെ തിരുവനന്തപുരത്ത് M. വിജയകുമാർ സംവിധാനത്തിൻ്റെ ഒരു ഗ്രൂപ്പ് വരുന്നുണ്ട്. അതുപോലെ തന്നെ VK പ്രശാന്തിൻ്റെ പട്ടിയൂർക്കാവിൽ നിൽക്കുന്ന പിന്നെ കരമന ഹരിയുടെ ഒരു തിരുത്തൽവാദി ഗ്രൂപ്പ് പോലെ, അതായത് ഇതിനെ പാർട്ടിക്കകത്തുള്ള മറ്റൊരു പല കഷ്ണങ്ങളായിട്ടാണ് പാർട്ടിക്കകത്ത് ആളുകൾ ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ജില്ലയിൽ ഒരു പ്രധാനപ്പെട്ട ജില്ലാ സെക്രട്ടറിയെ എടുക്കുന്നതിൽ പലപ്പോഴും CPMൻ്റെ സംസ്ഥാന സെക്രട്ടറിക്കും സംസ്ഥാന കമ്മിറ്റിക്കും വലിയ പ്രശ്നമുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് അതല്ല, രാഷ്ട്രീയമാണ്. VK പ്രശാന്ത് ജയിക്കുമോ കടകംപള്ളി സുരേന്ദ്രൻ ജയിക്കുമോ? എന്താ അങ്ങനെ ഒരു ചോദ്യം? രണ്ടുപേരും ജയിച്ചുകൂടെ? രണ്ടുപേരും ജയിക്കരുതെന്ന് ആഗ്രഹിക്കുന്ന ഈ ഭൂമിയിൽ രണ്ട് പേരേ ഉള്ളൂ. രണ്ടുപേരും ജയിക്കാൻ പാടില്ല. പ്രശാന്ത് ജയിക്കരുതെന്ന് ആഗ്രഹിക്കുന്നത് മറ്റാരുമല്ല, കടകംപള്ളി സുരേന്ദ്രനാണ്. കടകംപള്ളി സുരേന്ദ്രൻ ജയിക്കരുതെന്ന് ആഗ്രഹിക്കുന്നത് മറ്റാരുമല്ല, VK പ്രശാന്താണ്. ഇത് തിരുവനന്തപുരത്തിൻ്റെ രാഷ്ട്രീയമാണ്. എന്തുകൊണ്ടെന്നാൽ VK പ്രശാന്ത് ഇപ്രാവശ്യം ജയിച്ചാൽ മുരളീധരനെയും ശ്രീലേഖ IPSനെയും പോലുള്ള വളരെ പ്രമുഖരെ തോൽപ്പിച്ച് 3ാം ടേമിലേക്ക് കയറുന്നത് കൊണ്ട് തിരുവനന്തപുരത്ത് നിന്നൊരു മന്ത്രിയെ നോക്കുകയാണെങ്കിൽ VK പ്രശാന്തിന് വലിയ സാധ്യതയുണ്ട്. അവിടെ കാട്ടാക്കടയിൽ നിന്ന് ജയിക്കുന്ന 3ാം ടേമിലേക്ക് പോകുന്ന IB സതീഷും പിണറായിയുടെ ഗുഡ് ബുക്കിലാണ്. പക്ഷേ എങ്കിലും അവിടെ പ്രശാന്തിനെ ചിലപ്പോൾ പരിഗണിക്കേണ്ടി വരും. അങ്ങനെ പരിഗണിച്ചാലോ IB സതീഷിനെ പരിഗണിച്ചാലോ കടകംപള്ളി സുരേന്ദ്രന് സാധ്യതയില്ല. അതുകൊണ്ട് പ്രശാന്തിനെ തോൽപ്പിക്കാൻ കടകംപള്ളി ഫാക്ടർ വട്ടിയൂർക്കാവിൽ വർക്ക് ചെയ്യുമോ? ഞാൻ ഈ സംശയം ചോദിക്കാൻ കാരണം 3 സർവേ റിപ്പോർട്ടുകളിൽ പ്രശാന്തിൻ്റെ പേര് 3ാം സ്ഥാനത്താണ് കിടക്കുന്നത്. 1ാം സ്ഥാനത്ത് മുരളീധരൻ കിടക്കുന്നു, 2ാം സ്ഥാനത്ത് ശ്രീലേഖ കിടക്കുന്നു. മാത്രമല്ല ശ്രീലേഖയും മുരളീധരനുമായിട്ടുള്ള ശതമാനത്തിൽ 1%, 2% വ്യത്യാസമേ ഉള്ളൂ. അതിന് ശ്രീലേഖ അത്ഭുതം സൃഷ്ടിക്കുമോ BJP? അത് നമുക്കറിയില്ല. അല്ല എങ്കിൽ പ്രശാന്ത് 3ാം സ്ഥാനത്തേക്ക് പോകുന്നത് എന്തുകൊണ്ട്? അവിടെയാണ് കടകംപള്ളി ഫാക്ടർ എവിടെ വർക്ക് ചെയ്യുന്നു? വട്ടിയൂർക്കാവിൽ വർക്ക് ചെയ്യുന്നു. അതേസമയം ഇത് മണത്തറിഞ്ഞുകൊണ്ട് കടകംപള്ളി സുരേന്ദ്രന് കേസ് വന്നാൽ, ശബരിമല കേസ് വന്നാൽ കടകംപള്ളി സുരേന്ദ്രൻ ഒഴിവാകുമെന്നും പിന്നെ വട്ടിയൂർക്കാവിനേക്കാൾ കുറച്ചുകൂടി സേഫായിരിക്കും കഴക്കൂട്ടമെന്ന് വിചാരിച്ചുകൊണ്ട് ഇടയ്ക്കൊരു ചെറിയ 1-2 മാസക്കാലം കഴക്കൂട്ടത്തേക്ക് ഒന്ന് സ്വിച്ച് ഓവർ ചെയ്തായിരുന്നു പ്രശാന്ത്. പക്ഷേ അപ്പോഴാണ് ഈ SITയെ കീഴടക്കിക്കൊണ്ട് SITയിൽ നിന്ന് ശക്തമായ തീരുമാനമൊന്നും വരാതെ കടകംപള്ളി രക്ഷപ്പെട്ട് നിൽക്കുന്നത്. അങ്ങനെ രക്ഷപ്പെട്ട് നിൽക്കുമ്പോഴാണ് VK പ്രശാന്ത് വീണ്ടും വട്ടിയൂർക്കാവിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യേണ്ടി വന്നത്. ഇതിനിടയിൽ സംഭവിച്ച മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ CPMൻ്റെ ജില്ലാ സമ്മേളനങ്ങൾ നടന്നപ്പോൾ ജില്ലാ സമ്മേളനത്തിലും ഏരിയ സമ്മേളനത്തിലും VK പ്രശാന്തിനെ പ്രസംഗിക്കുന്നതിനോ അർഹമായ സ്ഥാനം കൊടുത്തില്ല. അതൊരു വേറെ രാഷ്ട്രീയമാണ്. അങ്ങനെ കൊടുക്കാതിരിക്കുന്നതിന് പിണറായിയുടെ ഓഫീസുമായിട്ട് എന്തോ ഒരു പ്രശ്നമുണ്ട്. അത് VK പ്രശാന്ത് ഉയർന്നു വരുന്നതായിരുന്നോ അതോ അന്ന് മറ്റൊരു രാഷ്ട്രീയമുണ്ടായിരുന്നു? അന്ന് ആര്യ രാജേന്ദ്രൻ എന്ന് പറയുന്ന ആളിനെ വട്ടിയൂർക്കാവിൽ മത്സരിപ്പിക്കണം എന്നൊരു ചിന്തയുണ്ടായിരുന്നു. പക്ഷേ ആര്യ രാജേന്ദ്രൻ പിന്നീട് നെഗറ്റീവായി പോയപ്പോഴാണ്. അല്ലെങ്കിൽ തിരുവനന്തപുരം വട്ടിയൂർക്കാവിൽ ആര്യ രാജേന്ദ്രൻ തന്നെ മത്സരിച്ചേനെ.
അല്ലെങ്കിൽ തിരുവനന്തപുരം സെൻട്രലിൽ ആര്യ രാജേന്ദ്രൻ മത്സരിച്ചേനെ. അപ്പോൾ ആര്യ രാജേന്ദ്രനെ ഉയർത്തിക്കൊണ്ടുവരിക എന്നൊരു ചർച്ചയും തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നു. അങ്ങനെ ചർച്ച നടന്നപ്പോഴാണ് VK പ്രശാന്ത് സെക്കൻഡിലേക്ക് ഇറങ്ങി. പക്ഷേ ആര്യ രാജേന്ദ്രൻ നിൽക്കാൻ പറ്റിയില്ല, ആ ഒരു രാഷ്ട്രീയം ഇവിടെ വർക്കൗട്ട് ചെയ്തില്ല. അപ്പോൾ പിന്നെ കടകംപള്ളി സുരേന്ദ്രൻ വേഴ്സസ് VK പ്രശാന്തായി ഈ ഫൈറ്റ്. ആ ഫൈറ്റിൽ ആര് ജയിക്കും ആര് തോൽക്കുമെന്ന് രണ്ട് കൂട്ടർക്കും രണ്ടിടത്തും സ്വാധീനമുണ്ട്. VK പ്രശാന്തിൻ്റെ അവിടുത്തെ സ്വാധീനം, അദ്ദേഹം കഴക്കൂട്ടത്തുകാരനാണ്. കഴക്കൂട്ടത്ത് ഒരുപാട് വോട്ടർമാരെ സ്വാധീനിക്കാൻ VK പ്രശാന്തിന് കഴിയും. കടകംപള്ളി സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ജില്ലയിൽ എവിടെയായാലും സ്വാധീനിക്കാൻ പറ്റും. കാര്യം കടകംപള്ളിക്ക് വളരെ കൃത്യമായ ഗ്രൂപ്പ് പാർട്ടിക്കകത്തുണ്ട്. അത് അദ്ദേഹം വളരെ ഭംഗിയായി കൊണ്ടുപോകുന്നുണ്ട്. അതിന് അദ്ദേഹത്തിൻ്റെ പിണറായിയുടെ ഒരു മാനസപുത്രനെ പോലെ അദ്ദേഹം കൊണ്ടുപോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇത് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ചുരുക്കത്തിൽ ഈ രണ്ട് മുന്നണികളിൽ രണ്ട് സ്ഥലങ്ങളിലും വട്ടിയൂർക്കാവിലും കഴക്കൂട്ടത്തും ഒരു രണ്ട് മണ്ഡലമാണ് ആലോചിക്കുക. രണ്ട് സ്ഥലമാണ്, രണ്ട് മണ്ഡലമാണ്. പക്ഷേ എങ്കിലും ഒരു പരസ്പരം വെട്ട് CPM-നകത്ത് നടക്കുമോ എന്നൊരു ചോദ്യം വളരെ രസകരമായി വരുന്നുണ്ട്. ഇത് നടക്കാതിരിക്കാൻ സാധ്യതയില്ല. കാരണം രാഷ്ട്രീയം എന്നും അങ്ങനെയാണ്. തിരുവനന്തപുരത്ത് മുരളീധരനും തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരും ആറ്റിങ്ങലിൽ മുരളീധരനും മത്സരിച്ചപ്പോൾ ഇതേ ചോദ്യം ആളുകൾ ചോദിച്ചിരുന്നു. കാരണം രണ്ടുപേരും ജയിച്ചാൽ ആരായിരിക്കും മന്ത്രിയാവുക? സംശയമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? ഇത് ജനങ്ങളിൽ സംശയമുണ്ട്, പാർട്ടി പ്രവർത്തകരിൽ സംശയമുണ്ട്. അപ്പോൾ അവരെന്ത് ചെയ്യും? അവർ ആരെങ്കിലും ആഹ്വാനം ചെയ്താലും വോട്ട് വെട്ടും, ആഹ്വാനം ചെയ്തില്ലെങ്കിലും സ്വയമേ തീരുമാനിച്ചും ചെറിയ ചെറിയ ഗ്രൂപ്പുകൾ തീരുമാനിച്ചിടേ നമ്മളെ മുരളി ചേട്ടൻ മന്ത്രിയാവാനുള്ളത്, അപ്പോൾ രാജീവ് ചന്ദ്രശേഖർ തോക്കണം, അല്ലെങ്കിൽ മുരളി ചേട്ടൻ ജയിച്ചാലേ രാജീവിനാവാൻ പറ്റുള്ളൂ, തോറ്റാലേ രാജീവിനാവാൻ പറ്റുള്ളൂ, അതുകൊണ്ട് ഇവിടെ ഇങ്ങനെയുള്ള നേരിട്ട് പറഞ്ഞു കൊടുക്കാതെയും പറഞ്ഞും രണ്ട് രീതിയിലുണ്ട്. കമ്മിറ്റി മോളിൽ നിന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലും അല്ലാതെയുമൊക്കെയുള്ള ക്രോസ് വോട്ടിംഗ് പരിപാടികളും വോട്ട് ചെയ്യാതിരിക്കുന്ന പരിപാടികളും വോട്ട് മറിക്കൽ പരിപാടികളും വളരെ വ്യാപകമായി ഇലക്ഷനിൽ കാണാൻ കഴിയും. ഈ ഇലക്ഷനിൽ അതിൻ്റെ ഒരു പൂർണ്ണ രൂപം തിരുവനന്തപുരത്ത് വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരം നോക്കൂ, ആൻ്റണി രാജു ഇറങ്ങിയിട്ടില്ല ഇതുവരെ. ഇലക്ഷൻ ആവാൻ ഒരാഴ്ചയേ ഉള്ളൂ. കഴിഞ്ഞ MLA ആണ് ആൻ്റണി രാജു. അദ്ദേഹം ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ട് സുധീർ കരമനയ്ക്ക് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞതല്ലാതെ ഫീൽഡിൽ വന്നിട്ടില്ല. ആ ഫീൽഡിൽ വരാത്തതും കരമന ജയൻ വളരെ ലേറ്റായി വന്നതും 2-3 റൗണ്ട് CP ജോൺ അവിടെ കയറിപ്പോയതും കടലോര പ്രദേശത്ത് CP ജോണിന് കിട്ടുന്ന ഒരു മൈലേജും ഹിന്ദുക്കളുടെ ഇടയിൽ എലൈറ്റ് ഹിന്ദുക്കളടക്കമുള്ള ഹിന്ദുക്കളുടെ ഇടയിൽ CP ജോൺ എന്ന് പറയുമ്പോൾ കിട്ടുന്ന ഒരു ബൗദ്ധിക തലത്തിലൊക്കെ നിൽക്കുന്ന ആളുകൾ കുറേ വോട്ടും കൂടെ ചെയ്താൽ CP ജോൺ ജയിക്കും. അവിടെ ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരു പരിപാടി നടക്കും. ഞാൻ അതാ പറഞ്ഞു വന്നത്, തിരുവനന്തപുരത്ത് ഇപ്രാവശ്യം നമ്മൾ വിചാരിക്കാത്ത ചില സംഭവങ്ങൾ ഉണ്ടായേക്കാം. ഒന്നുകിൽ കടകംപള്ളി സുരേന്ദ്രൻ തോൽക്കുന്നതിൽ വലിയൊരു പങ്ക് ആലപ്പുഴയിൽ സലാം ജയിച്ചിട്ടും സുധാകരൻ കളിച്ചു എന്ന് പറഞ്ഞ് സുധാകരനെ പുറത്താക്കി. അപ്പോൾ ജയിച്ചാലും തോറ്റാലും ഭൂരിപക്ഷം കുറഞ്ഞു പോയാൽ പാർട്ടി കമ്മീഷനെ വയ്ക്കും. അപ്പോൾ തിരുവനന്തപുരത്ത് അടുത്ത് പാർട്ടി നടപടി നേരിടുന്നത് പ്രശാന്താണോ കടകംപള്ളി സുരേന്ദ്രനാണോ എന്ന് മാത്രം അറിഞ്ഞാൽ മതി. അതേസമയം രണ്ടുപേരും നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കുകയാണെങ്കിൽ കഥ പ്രശ്നമില്ല, തോക്കില്ല. രണ്ടുപേരും ഭൂരിപക്ഷം രണ്ടുപേർക്കും കുറയുകയാണെങ്കിൽ, ജയിച്ചാലും ഭൂരിപക്ഷം കുറയുകയാണെങ്കിൽ കൃത്യമായ അന്വേഷണം പാർട്ടി വയ്ക്കും. ഇനി ആരെങ്കിലും ഒരാൾ തോറ്റുപോയാൽ അടുത്ത ആളിന് പണി കിട്ടും എന്നുള്ളത് തിരുവനന്തപുരത്തിൻ്റെ വളരെ രസകരമായൊരു രാഷ്ട്രീയമാണ്. പഴയ കാലമല്ല, ഇപ്പോൾ രാഷ്ട്രീയത്തിൽ അങ്ങനെ അടിയൊഴുക്കുകളുടെ ഒരു കാലവും ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൻ്റെ പുതിയ കാലത്താണ് നമ്മൾ താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്തെ പുതിയൊരു ഗ്രൂപ്പ് രാഷ്ട്രീയത്തെക്കുറിച്ചാണ് ഞാനിപ്പോൾ നിങ്ങളെ അവിടെ കാര്യങ്ങൾ സൂചിപ്പിച്ചത്.